blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസം ഈ എപ്പിസോഡിലൂടെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടും. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് എറണാകുളത്തു നിന്നുള്ള വെൽ വിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ 2 മക്കൾക്കുമായി കുടുംബത്തിൻ്റെ അനുഗ്രഹങ്ങൾ, അതുപോലെ ജോലിയിലുള്ള പുരോഗതിയും ഉണ്ടാകേണ്ടതിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മധ്യപ്രദേശിൽ നിന്നുള്ള യശോധരനും സുലേഖയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. മകൻ കർത്താവെ, തനിക്ക് കർത്താവ് കണ്ടുവച്ചിട്ടുള്ള ജീവിത പങ്കാളിയെ അങ്ങ് കൊടുത്ത് അനുഗ്രഹിക്കണമേ, ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണൂരിൽ നിന്നും പാസ്റ്റർ PA ജോസഫിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ സ്ഥലം വിൽപ്പനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ല ഭവനം ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ 5 മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും കർത്താവെ ശുശ്രൂഷയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് 5 മക്കളെയും അനുഗ്രഹിക്കുന്നു. ദൈവം ശക്തമായി ഉപയോഗിക്കുമാറാകണമേ. അവർക്കും കർത്താവെ ഭവനങ്ങൾ ലഭിക്കേണ്ടതിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൊടുപുഴയിൽ നിന്നും ജോസഫിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് തൻ്റെ കണ്ണുകൾക്ക് പൂർണ്ണമായ കാഴ്ച ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആ കണ്ണുകൾ സൗഖ്യമാകട്ടെ. കടബാധ്യതകൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഓരോ സ്പോൺസറെയും അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. താങ്ക് യു സോ മച്ച് for sponsoring today's episode. കർത്താവ് ഒത്തിരി 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 നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിൽ നമുക്ക് ഓരോരുത്തർക്കും അത് ഒരു വലിയ വിശ്വാസത്തിന് ഒരു 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 എൻകറേജ്മെൻ്റ് ആയിരിക്കും. ലെറ്റ്സ് വാച്ച് ദിസ്. സഹോദരൻ്റെ പേര് സജി ജോർജ്. ഒരു പക്ഷേ നമ്മൾ മുഖം ഇപ്പോഴാണ് തിരിച്ചറിയുന്നതെങ്കിലും ഒരു പ്രാവശ്യത്തെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ മകന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് അവരത് സ്പോൺസർ ചെയ്തത്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലായിരുന്നു അത് സ്പോൺസർ ചെയ്തത്. എന്നാൽ അത് സ്പോൺസർ ചെയ്യാനൊരു കാര്യം ഉണ്ടായിരുന്നു. ദൈവം ചെയ്ത ചില അത്ഭുതങ്ങൾ, അതുകൊണ്ടാണ് ഇവർ സ്പോൺസർ ചെയ്തത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ എറണാകുളത്തുള്ള നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിൽ ബ്രദർ സജി അറ്റൻഡ് ചെയ്തിരുന്നു. ഒരു പ്രാവശ്യത്തെ സർവീസിൽ അവർ വന്ന് അറ്റൻഡ് ചെയ്തിരുന്നു. സൺഡേ സർവീസിൽ വന്നിരുന്നു. അന്ന് പ്രാർത്ഥനയ്ക്ക് നാട്ടിൽ ആരെങ്കിലും വരുവാണെങ്കിൽ, കേരളത്തിലോട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ, വീട്ടിലും വീട്ടുകാരുടെ അടുക്കലൊക്കെ പോകുമ്പോൾ ആ കൂട്ടത്തിൽ കൊച്ചിയിലുള്ള ബ്ലെസ്സിംഗ് സെന്ററിൽ ഒരു സൺഡേ വരാൻ കൂടെ പ്ലാൻ ചെയ്യണം. ഒരു പ്രാവശ്യം അവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുക. It will change everything. It will change.
എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അന്ന് ക്യൂവിൽ ഇങ്ങനെ ആദ്യമായി വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നത് ഞാനായിരുന്നു. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഞാനത് ഓർക്കുന്നില്ല, എനിക്കൊരു സ്ഥലം വാങ്ങാനുണ്ട്, അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, അതിനുള്ള വഴികൾ തുറക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങ് നവി മുംബൈയിലുള്ള ഒരു പ്രത്യേകമായ ഒരു സ്ഥലമാണ്, പേര് ഞാൻ മറന്നു, കാർഗറിലാണ്. അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് വീടുകൾക്കൊക്കെ. അതുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്, നിങ്ങൾ ഒന്നല്ല, നിങ്ങൾക്ക് കർത്താവ് 2 നൽകാൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഇപ്പോൾ താമസിക്കുന്ന വീട് കുറച്ച് സൗകര്യമൊക്കെ കുറവുള്ളതാണ്. എന്നാൽ ഈ കാർഗൽ എന്ന് പറയുന്ന ഈ സ്ഥലത്ത്, ഈ നവി മുംബൈയിലുള്ള ഈ സ്ഥലത്ത് 70 ലക്ഷം രൂപയുടെ 2 ബെഡ്റൂമിന്റെ മനോഹരമായൊരു വീട് എത്രയും പെട്ടെന്ന് വാങ്ങാനും അതിന്റെ രജിസ്ട്രേഷൻ നടക്കാനും ആദ്യമേ തന്നെ കർത്താവ് ഇദ്ദേഹത്തെ സഹായിച്ചു. ഉടനടി തന്നെ അന്ന് അദ്ദേഹം അവിടെ എറണാകുളത്തുള്ള ചില സ്ഥലങ്ങൾ കൂടെ കണ്ടിരുന്നു, ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ. പക്ഷെ അതൊന്നും ശരിയാകാതെയാണ് അന്ന് അദ്ദേഹം കയറിപ്പോകുന്നത്. എന്നാൽ അദ്ദേഹം കണ്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഏതാണ്ട് 6.5 സെന്റ്സ് ഉള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്തിന്റെ വില വെച്ച് അത് ശരിയാകാത്തതുകൊണ്ട് അദ്ദേഹം കയറിപ്പോന്നു. ഇവിടത്തെ കാര്യങ്ങൾ 70 ലക്ഷം രൂപയ്ക്ക് ഇതെല്ലാം വാങ്ങിച്ചു. പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു, ആ സ്ഥലത്തിന്റെ ഉടമയുടെ മകളുടെ വിവാഹം നടക്കാനുള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ അവർക്ക് പൈസ അത്യാവശ്യമായതുകൊണ്ട് നിങ്ങൾ പറയുന്ന വിലയ്ക്ക് തന്നെ സ്ഥലം എടുത്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ വീണ്ടും 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് അടുത്ത മാസം അതിന്റെ കൂടെ രജിസ്ട്രേഷൻ നടക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞ പോലെ 2 സ്ഥലങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്നു. അതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഇവർ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് അവരുടെ മകന് വേണ്ടിയിട്ട്. എന്നാൽ നടന്ന മറ്റൊരു അത്ഭുതം കൂടിയുണ്ട് ബ്രദർ. എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ നവംബർ മാസത്തിൽ നടന്ന ഒരു കാര്യം എന്നുള്ളത്, ഇദ്ദേഹം ഒരു ഫാക്ടറിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. സ്റ്റീലിന്റെ കാര്യങ്ങളെല്ലാം കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളുടെ ഫാക്ടറിയാണ് അദ്ദേഹത്തിനുള്ളത്. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇദ്ദേഹത്തിന് അതിനുള്ള വർക്ക് ഒത്തിരിയധികം ഓർഡേഴ്സ് ഒത്തിരിയധികം ലഭിച്ചു. തങ്ങളുടെ ഫാക്ടറിയെ കർത്താവ് ഒത്തിരി അനുഗ്രഹിച്ചു, കൂടുതൽ ബിസിനസ് നൽകി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കും ഒരിക്കൽ ഫാക്ടറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാറിലാണ് യാത്ര ചെയ്ത്, ഡ്രൈവർ ഉണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് ഡ്രൈവർ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഇദ്ദേഹം നോക്കുമ്പോൾ കാറ് ഒരു പകല് 2:30 ഡ്രൈവർ ഉറങ്ങിപ്പോയി. ഡ്രൈവർ ഉറങ്ങിപ്പോയി. ഇദ്ദേഹം നോക്കുമ്പോൾ കാർ ഒരു ട്രക്കിന്റെ അടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലിരുന്ന് ഇദ്ദേഹം സ്റ്റിയറിംഗ് പിടിച്ചങ്ങ് തിരിച്ചു. എന്ത് സംഭവിച്ചു എന്ന ആക്സിഡന്റിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാറ് കണ്ട ഒരാൾ പോലും വിശ്വസിക്കില്ല അതിനകത്തുള്ള ആളുകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അതുപോലെ ഈ തലയിലുള്ള ഒരു ചെറിയ മുറിവ് 12 സ്റ്റിച്ചുകളോളം ഏതാണ്ട് ഇടേണ്ടതായി വന്നു. ആ ഒരു മുറിവ് മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഡിസ്ചാർജ് ചെയ്ത് ഇതൊക്കെ ഉണങ്ങിയൊക്കെ വരുന്നതേ ഉള്ളൂ. എങ്കിലും ഇത്രയും വലിയൊരു അത്ഭുതത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചത് കൊണ്ടാണ് പൂർണ്ണമായിട്ടത് ഉണങ്ങാതെ തന്നെ ഇന്ന് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നു നിൽക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് പ്രാർത്ഥിച്ചത്, ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം സ്പോൺസർ ചെയ്തതൊക്കെ ഇദ്ദേഹത്തിന്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിൽ മാത്രമല്ല, ജീവന്റെ കാര്യത്തിൽ പോലും കർത്താവിന്റെ കരുണയും പ്രൊട്ടക്ഷനും ഉണ്ടായെന്നാണ്. നന്നായിട്ട് ഉറങ്ങുന്ന ഡ്രൈവർമാരുള്ളവർ ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്റ്റിയറിംഗ് കൂടി ഇപ്പുറത്ത് പിടിപ്പിക്കണം. എല്ലാം എക്സ്ട്രാ ഒരെണ്ണം ഉണ്ടെങ്കിൽ അഥവാ ഉറങ്ങിയാൽ ഇപ്പുറത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാമല്ലോ. പക്ഷെ കർത്താവ് എത്ര വലിയവനാണ്. കർത്താവ് ജീവനോടെ ഇന്നിവിടെ കൊണ്ടുവന്നു. കർത്താവ് ഈ സഹോദരനെ അനുഗ്രഹിക്കുന്നു. യേശുവിന് വേണ്ടി താൻ കാലെടുത്ത് വെച്ചപ്പോൾ തനിക്ക് വേണ്ടി കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തല്ലോ. എല്ലാറ്റിനുമായി ഇപ്പോൾ നന്ദി പറയുന്നു. അതോടൊപ്പം കർത്താവ് ഇതുപോലെ അവസ്ഥകളിലായിരിക്കുന്നവരെയും കർത്താവെ അങ്ങ് തൊട്ടനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ എല്ലാവരിലും വന്നു ചേരട്ടെ. ഇൻ ജീസസ് നെയിം. എല്ലാ ആഴ്ചയിലും 1-2 എപ്പിസോഡുകളിൽ നമ്മൾ ഫിലിപ്പ് ലേഖനം പഠിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഫിലിപ്പ് ലേഖന പഠന പരമ്പരയിലെ 16-ാമത്തേതിലേക്ക് ഇനി നമ്മൾ പോവുകയാണ്. നിങ്ങളുടെ ബൈബിൾ നോട്ട്ബുക്ക് എടുത്ത് റെഡിയാകുക. ദിസ് വിൽ റിയലി ബ്ലെസ് യു. Philippians chapter 2 verse number 19 onwards. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വേദഭാഗങ്ങൾ. Let's start verse number 19. I hope in the Lord Jesus to send Timothy to you soon, that
I also may be cheered when I receive news about you. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞ് ആശ്വസിക്കുന്നതിനു വേണ്ടി വേഗത്തിൽ തിമത്തിയോസിനെ അങ്ങോട്ടയക്കാമെന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. I have no one else like him who takes a genuine interest in your welfare. 20-ാമത്തെ വചനത്തിലാണ്, നിങ്ങളുടെ നന്മയ്ക്കായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് വേറെ ആരുമില്ല. For everyone looks out for his own interests, not those of Jesus Christ. 21-ാമത്തെ വചനം, എന്തെന്നാൽ യേശുക്രിസ്തുവിന്റെ താല്പര്യമല്ല, സ്വന്തം താല്പര്യമത്രേ എല്ലാവരും അന്വേഷിക്കുന്നത്. But you know that Timothy has proved himself, because as a son with his father, he has served with me in the work of the gospel. എന്നാൽ തിമത്തിയോസ് തന്റെ വിശിഷ്ട സ്വഭാവം തെളിയിച്ചവനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സുവിശേഷ പ്രവർത്തനത്തിൽ അവൻ അപ്പനോട് കൂടെ എന്ന പോലെ അവൻ എന്നോടൊപ്പം അധ്വാനിച്ചിട്ടുണ്ട്. And verse number 23, I hope therefore to send him as soon as I see how things go with me. 23-ാമത്തെ വചനം, എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് അറിവായാലുടൻ അവനെ അങ്ങോട്ട് അയക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. From verse number 19 onwards till the end of the chapter, Paul is speaking about two brothers in the church. ഈ 2-ാം അധ്യായത്തിന്റെ 19-ാം വചനം മുതൽ ഈ 2-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വചനം വരെയുള്ള ഭാഗങ്ങളിൽ പൗലോസ് രണ്ട് പ്രധാനപ്പെട്ട ശുശ്രൂഷകന്മാരെ കുറിച്ച് പരാമർശിച്ച് സംസാരിക്കുകയാണ്. Can you guess the names of these ministers? ഈ ശുശ്രൂഷകന്മാരുടെ പേര് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് പറയാമോ? Yeah. The first one is Timothy. ഒന്നാമത്തെ ആൾ എന്നുള്ളത് തിമത്തിയോസ് ആണ്. The second one is Epaphroditus. രണ്ടാമത്തെ ആൾ എന്നുള്ളത് എപ്പഫ്രോദിത്തോസ് ആണ്. It's very difficult to pronounce. അത് വളരെ ഉച്ചരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വാക്കാണ്. So we are going to give them short names. അതുകൊണ്ട് നമുക്ക് ഈ ഇവർക്ക് ഒരു ചുരുക്കപ്പേര് നൽകാം. For Timothy we can give a short name, Tim. തിമത്തിക്ക് നമുക്ക് തിമത്തിയോസിന് നമുക്കൊരു ഒരു ചുരുക്കപ്പേര് നൽകാം, ഒരു ഓമന പേര് കൊടുക്കാം, ടിം എന്ന് കൊടുക്കാം. പറഞ്ഞേ, Tim. പറയാമോ? Who is Tim? ആരാണ് ടിം? His mom and dad call him Tim. ഒരുപക്ഷെ തിമത്തിയോസിന്റെ അപ്പനും അമ്മയും ഒക്കെ അവനെ കൊച്ചു പേരിട്ട് വിളിച്ചത് എങ്ങനെയായിരിക്കും? ടിം എന്നായിരിക്കും. The second brother is Epaphroditus. രണ്ടാമത്തെ ബ്രദറിന്റെ പേര് മലയാളത്തിൽ അത് എപ്പഫ്രോദിത്തോസ് എന്നാണ്. It's very difficult. ഇത് ഉച്ചരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. So what's the short name? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് എന്ത് ചുരുക്കപ്പേര് കൊടുക്കാം? Epi or Epa, which is better? Epa, okay, Epa. So Tim and Epa. Okay, നമുക്ക് അതുകൊണ്ട് ഈ രണ്ടാമത്തെ ആള് നിങ്ങൾ ഉച്ചരിച്ച് വരുമ്പോൾ സമയം പോകും, അതുകൊണ്ട് നമുക്ക് എപ്പ എന്ന് പേര് കൊടുക്കാം. Hallelujah. So which are the two brothers? അങ്ങനെയാണെങ്കിൽ ചുരുക്കപ്പേരിൽ ആ രണ്ട് ബ്രദേഴ്സിന്റെ പേര് പറയാമോ? Tim and Epa. എപ്പയും. Two brothers. രണ്ട് ശുശ്രൂഷകന്മാർ, രണ്ട് സഹോദരന്മാർ. So let's study about Tim today. ഇന്ന് നമ്മൾ ടിമ്മിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. Paul is saying, I hope in the Lord Jesus to send Timothy to you soon. അവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞ് തിമത്തിയോസിനെ അങ്ങോട്ട് അയക്കാമെന്ന് ഞാൻ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് ആശിക്കുകയാണ്. When he is writing this letter, he is in prison. ഇപ്പോൾ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് കാരാഗൃഹത്തിലാണ്. So it was customary for Paul to go in a special route, visiting every church and strengthening them in the Lord. പൗലോസിന്റെ ജീവിതത്തിൽ വിവിധ സഭകളെ സന്ദർശിച്ച് ആ സഭകളെ ആത്മാവിൽ ബലപ്പെടുത്തുക എന്നുള്ള തന്റെ ഒരു ശീലമായിരുന്നു. Hallelujah. Hallelujah. Praise God. Praise God. Now listen to me. ഇനിയിപ്പോൾ ദയവായി എന്നെ ശ്രദ്ധിച്ചാലും. But this time he could not travel. എന്നാൽ ഇപ്പോൾ പൗലോസിന് സത്യത്തിൽ ജയിലിലായതുകൊണ്ട് തനിക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. Hallelujah. He cannot travel now. അദ്ദേഹത്തിന് ഇപ്പോൾ സഞ്ചരിക്കാൻ സാധ്യമല്ല. So he is planning to send someone. അതുകൊണ്ട് അദ്ദേഹം ചെയ്തത് എന്നറിയാമോ? മറ്റൊരു വ്യക്തിയെ തനിക്ക് പകരമായി അയക്കുവാൻ താൻ തീരുമാനിക്കുകയാണ്. And he found Timothy for that. അതിനുവേണ്ടി താൻ കണ്ടെത്തിയത് തിമത്തിയെ ആയിരുന്നു.
Now, he was looking around whom to send. ഇപ്പോൾ പൗലോസ് ചിന്തിക്കുകയാണ്, ആരെയാണ് ഞാൻ അതിനു വേണ്ടി അയക്കേണ്ടത്. He found Timothy. അവൻ അതിനു വേണ്ടി അയക്കാൻ കണ്ടെത്തിയത് തിമത്തിയോസിനെ ആയിരുന്നു. Why? Because verse number 20, I have no one else like him who takes a genuine interest in your welfare. എന്തുകൊണ്ടാണ് തിമത്തിയോസിനെ തന്നെ താൻ അയക്കാൻ തീരുമാനിച്ചത്? അത് പൗലോസിന്റെ വാക്കുകളിൽ അവിടെ എഴുതിയിട്ടുണ്ട് 20ാമത്തെ വചനത്തിൽ, നിങ്ങളുടെ നന്മയ്ക്കായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് വേറെ ആരുമില്ല. Hello. There is only one young man whom I can trust to send to you so that he will bring the news from your church. നിങ്ങളുടെ സഭയിൽ നടക്കുന്ന കാര്യങ്ങളുടെ യഥാർത്ഥ വിവരണം എന്നെ അറിയിക്കുവാൻ വേണ്ടി തിമത്തിയോസ് എന്ന പേരിലുള്ള ചെറുപ്പക്കാരനെ അല്ലാതെ ഞാൻ അതിനുവേണ്ടി വേറെ ആരെ കാണുന്നില്ല. Now listen to me. In Paul's days, there were at least 1 million believers in Rome. നിങ്ങൾക്കറിയാമോ, പൗലോസിന്റെ കാലഘട്ടത്തിൽ 10 ലക്ഷത്തോളം ഉള്ള ആളുകൾ അന്ന് റോമിൽ വിശ്വാസികളായിട്ടുണ്ട്. Did you listen to that? നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേട്ടുവോ? He is in jail, but there are 1 million believers out in Rome. നോക്കൂ, പൗലോസ് ഇപ്പോൾ കാരാഗൃഹത്തിലാണെങ്കിലും സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ വിശ്വാസത്തിലേക്ക് വന്ന 10 ലക്ഷത്തോളം വിശ്വാസികൾ റോമിൽ ഇപ്പോൾ പാർക്കുന്നുണ്ട്. There were so many pastors, so many elders and so many ministers there. അവിടെ ഒത്തിരി ഇടയന്മാർ, പാസ്റ്റേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, മൂപ്പന്മാരായിട്ടുള്ളവരുണ്ട്, ശുശ്രൂഷകന്മാരായിട്ടുള്ളവരൊക്കെ ആ നാട്ടിലുണ്ട്. അപ്പോൾ in Ephesus alone there were 100,000 believers. എഫെസോസിൽ തന്നെ ഏതാണ്ട് 1,00,000 ആളുകൾ അവിടെ ഇപ്പോൾ വിശ്വാസികളായിട്ടുണ്ട്. But Paul says, I have only one man. എന്നിട്ടും ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ ഇരിക്കുമ്പോൾ പോലും പൗലോസ് പറയാൻ, എനിക്ക് വിവരം തരാൻ പറ്റിയ ഒരു മനുഷ്യനേ ഉള്ളൂ. I can only send one man to you. നിങ്ങൾക്ക് വേണ്ടി അയക്കാനായിട്ട് എനിക്ക് ഒരു മനുഷ്യനേ ഉള്ളൂ. Hallelujah. Why? Because verse number 21. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആ മനുഷ്യനേ ഉള്ളൂ എന്ന് പറയാൻ വീണ്ടും ഒരു കാര്യം കൂടി 21ാമത്തെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. For everyone looks out for his own interests and though not those of Jesus Christ. എന്നാൽ 21ാമത്തെ വചനത്തിൽ എഴുതിയിട്ട്, എന്തെന്നാൽ യേശുക്രിസ്തുവിന്റെ താല്പര്യമല്ല സ്വന്തം താല്പര്യമത്രേ എല്ലാവരും അന്വേഷിക്കുന്നത്. Everybody say അയ്യോ. എല്ലാവരും പറയാമോ? അയ്യോ പറഞ്ഞേ. അയ്യോ. There are so many millions around. ഒത്തിരി ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. But when Paul observed, എന്നാൽ പൗലോസ് നോക്കുമ്പോൾ, all are interested in their own things. പൗലോസ് നോക്കുമ്പോൾ പേര് വിശ്വാസികളാണെങ്കിലും സ്വന്തം കാര്യം നോക്കുന്നതിലാണ് ആളുകൾക്ക് ഇഷ്ടം. So generally there were not many people who were looking for the interest of Jesus. എല്ലാവരും അവരവരുടെ കാര്യങ്ങളാണ് നോക്കുന്നത്. യേശുവിൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല. ഒത്തിരി പേര് പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, ഒത്തിരി പേര് ബൈബിളുമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ നോക്കുമ്പോൾ എൻ്റെ കാര്യം നടക്കണം, എൻ്റെ രോഗം മാറണം, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട്, എൻ്റെ കല്യാണം നടക്കണം, എനിക്കൊരു വീട് പണി, എൻ്റെ കാര്യം മാത്രമേ എല്ലാവരും നോക്കൂ. There is no one to look for the interest of Jesus. ആരും തന്നെ യേശുവിൻ്റെ കാര്യം നോക്കുവാൻ താല്പര്യപ്പെട്ടായിട്ട് ഇല്ല. But there is one young man. എന്നാൽ ഇതാ നോക്കൂ, ഒരു ചെറുപ്പക്കാരൻ. എല്ലാവരും പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ. ഒരു ചെറുപ്പക്കാരൻ. വീണ്ടും പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ. ഒരു ചെറുപ്പക്കാരൻ. There is one young man. ഒരു ചെറുപ്പക്കാരൻ. He is not looking his interest, he is looking the interest of Jesus Christ. അവൻ ഒരിക്കലും സ്വന്തം ആഗ്രഹമല്ല, സ്വന്തം താല്പര്യമല്ല നോക്കുന്നത്, മറിച്ച് യേശുവിന്റെ താല്പര്യം അന്വേഷിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. He was living for others. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ചെറുപ്പക്കാരൻ. In the beginning part of Acts of the Apostles chapter 16, അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നോക്കുമ്പോൾ you will read about him. അവിടെ തിമത്തിയോസിനെ കുറിച്ചുള്ള വിവരണങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. This young man was coming from a place called Derbe or Lystra. We don't know exactly. ഈ ഒരു യൗവനക്കാരനായിട്ടുള്ള വ്യക്തി വന്നിട്ടുള്ള ദർബ അഥവാ ലുസ്ത്ര എന്ന പേരിലുള്ള സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. His mother was a Jewish lady. അദ്ദേഹത്തിന്റെ ഈ ടിമ്മിന്റെ അമ്മ എന്നുള്ളത് ഒരു യഹൂദ സ്ത്രീയായിരുന്നു. Timothy's grandmother was a great woman of faith. തിമത്തിയുടെ അമ്മൂമ്മ എന്നുള്ളത് വിശ്വാസത്തിന്റെ ഒരു വീരവനിതയായിരുന്നു. And that
faith she transferred into her daughter Eunice. ആ ഒരു വിശ്വാസം, ഈ വലിയമ്മച്ചിയുടെ വിശ്വാസം തന്റെ മകൾ യൂനിക്കയിലേക്ക് അവർ പകർന്നു. All grandmothers, show me your hands. അമ്മുമ്മമാരൊക്കെ ഇപ്പോൾ കൈകളൊന്ന് ഉയർത്തി പിടിച്ചെന്ന് കാണിച്ചാൽ, അമ്മുമ്മമാർ മാത്രം. If you have grandchildren, you can lift your hands. കൊച്ചു മക്കളുണ്ടെങ്കിൽ നാണിക്കണ്ട, സാരില്ല, കൈ ഉയർത്ത്. പ്രായമൊന്നും കുഴപ്പമില്ല. പ്രായം തിരിച്ചറിയുന്ന ചിലർ, നോ പ്രോബ്ലം, യു ക്യാൻ ലിഫ്റ്റ് യുവർ ഹാൻഡ്സ്. ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് കൈകൾ ഉയർത്താം. I have a message for you. എനിക്ക് ഈ കൈകൾ ഉയർത്തി നിൽക്കുന്നവരോട് ഒരു സന്ദേശം പറയാനുണ്ട്. The faith that you carry, you should give to next generation. നിങ്ങൾ ഇന്ന് വഹിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസമുണ്ടല്ലോ, അത് നിങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് നിങ്ങൾ പകരാൻ പോകുകയാണ്. Hallelujah. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയുക? ഇന്നത്തെ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് പൂനെയിലാണ്. നാളെ ഞങ്ങൾ കല്യാണിൽ എത്തുന്നു. ശനിയാഴ്ച നാഷിക്കിൽ ആയിരിക്കും. മഹാരാഷ്ട്രയിൽ നടക്കുന്ന ഈ 3 ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിലേക്കും പേഴ്സണലി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളെ വീട്ടിൽ വന്ന് ക്ഷണിക്കുക. പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. ബ്രിങ് യുവർ ഫ്രണ്ട്സ്, ബ്രിങ് യുവർ റിലേറ്റീവ്സ്, ബ്രിങ് യുവർ ഫാമിലി മെമ്പേഴ്സ്. എല്ലാവരുമായി ഒരുമിച്ച് വന്ന് നമുക്കിന്ന് അനുഗ്രഹം പങ്കുവയ്ക്കണം. നിങ്ങൾക്ക് ബ്ലെസ്സിംഗ് ടുഡേ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്തപ്പോൾ ലഭിച്ച സാക്ഷ്യങ്ങൾ ധൈര്യത്തോടെ ഒന്ന് പറയണം. സോ ദാറ്റ് വി ക്യാൻ ഗ്ലോറിഫൈ ദ ലോർഡ്. പ്ലീസ് ഡു കം. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് അലർജി രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകും. വല്ലാത്ത സിവിയറായിട്ടുള്ള അലർജി ഇപ്പോൾ മാറിപ്പോകട്ടെ. ആർത്രൈറ്റിസ്, സന്ധിവാദം, ആമവാദം, അങ്ങനെയൊക്കെയുള്ളത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഓരോ ജോയിൻറ്റുകളും ഫ്രീ ആകട്ടെ. നീർക്കെട്ടുകൾ മാറട്ടെ. കൈ വിരലുകളും കാൽ വിരലുകളും വിരൂപമായത്, വളഞ്ഞുപോയത് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സ്ട്രെയിറ്റൻ അപ്പ്. താങ്ക് യു ലോർഡ്. അസ്ഥികളിൽ രോഗസൗഖ്യങ്ങൾ നടക്കുകയാണ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം, അസ്ഥികൾ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, പെട്ടെന്ന് ഒടിയുന്ന ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നിയുടെ തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. തോമസ് എന്നു പേരുള്ളൊരു സഹോദരന് കിഡ്നിയുടെ പ്രോബ്ലം മൂലം വളരെ പ്രയാസപ്പെടുന്നൊരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും മുഴകളുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അവർക്ക് അത്ഭുതകരമായ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, അതുപോലെ ഓരോരുത്തരെയും കർത്താവെ ഇപ്പോൾ തൊട്ട് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ചില ജീവിതങ്ങളിലെ ശൂന്യതകൾ മാറിപ്പോകട്ടെ. മനസ്സ് ശൂന്യമാകുന്നു, പേഴ്സ് ശൂന്യമാകുന്നു, വീട് ശൂന്യമാകുന്നു. വല്ലാത്തൊരു ശൂന്യത അനുഭവിക്കുന്ന വ്യക്തികൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ ഇയർ ഇംബാലൻസ്, വേർട്ടിഗോ, യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ്, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തു തന്നെയാണെങ്കിലും വിശ്വസിച്ച് സ്ക്രീനിന് നേരെ കൈനീട്ടി വിശ്വസിച്ച് സ്വീകരിക്കുക. രോഗസൗഖ്യത്തെയും വിടുതലുകളെയും സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, വിദേശത്ത് പഠിക്കാൻ പോകുന്ന ആളുകൾക്കായി ആഗ്രഹിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് ജോലി ആവശ്യമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലും കടഭാരത്തിലിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി നന്ദി. താങ്ക് യു ലോർഡ്. അതുപോലെ കടബാധ്യത വർദ്ധിച്ചിട്ട് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ കഴിയാതെ മാറി നടക്കുന്ന, ഫോൺ എടുക്കാൻ കഴിയുന്നില്ല, ചില ഭീഷണികളും ഒക്കെ മുമ്പിൽ നിൽക്കുന്ന ചില വ്യക്തികൾക്കുണ്ട്. അത്ഭുതകരമായ കർത്താവ് വഴികൾ തുറക്കുന്നു. അതുപോലെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ, സ്വന്തം ഭവനത്തിൽ നിന്നും മാറി വീട്ടുകാരുമായി ബന്ധമില്ലാതെ ആയിരിക്കുന്ന ചില വ്യക്തികൾ, ഒരു പ്രദീപ് എന്നു പേരുള്ളൊരു വ്യക്തി, അതുപോലെ മറ്റ് പലരെയും എൻ്റെ ആത്മാവിൽ ഞാൻ കാണുന്നു. വീട്ടുകാരുമായി ബന്ധമില്ലാതെ ഡിസ്കണക്റ്റഡായി
ഫോൺ കോളില്ല, പോകുന്നില്ല, ലെറ്ററില്ല, അതുപോലെ ഒത്തിരി നാളായി മാറി നിൽക്കുന്ന വ്യക്തികൾ, യേശു നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, തിരികെ നിങ്ങളുടെ ഭവനത്തിലേക്ക് പോയി അവരുമായി രമ്യതയിലാകുക, സ്നേഹത്തിൽ ജീവിക്കുക. അത് നിങ്ങൾക്കും അനുഗ്രഹമായിരിക്കും, അവർക്കും അനുഗ്രഹമായിരിക്കും. കർത്താവ് ജനത്തെ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ബ്ലെസ് ചെയ്തിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോൾ ആശിഷമാരി എന്ന പുസ്തകം കരസ്ഥമാക്കാൻ മറക്കരുത്. ഇത് നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും. ലളിതമായ ഒരു വചന പഠനം കഥാരൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ പ്രാർത്ഥന ഡയറി ലഭിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും കരസ്ഥമാക്കണം. കരസ്ഥമാക്കിയാൽ പോരാ, അത് യൂസ് ചെയ്യണം, പ്രാർത്ഥിക്കണം, എപ്പോഴും കയ്യിൽ വേണം. അതിൻ്റെ ഇംഗ്ലീഷ് മൈ പ്രേയർ ഡയറി അതും നിങ്ങൾക്ക് കയ്യിൽ എല്ലായ്പ്പോഴും കൊണ്ടു നടക്കാം. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈബിൾ ആൻഡ് യുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: യൂദായ്ക്ക് പകരം തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലൻ. Who was selected in the place of Judas? Options: A. Matthias, B. Barnabas, C. Stephanos, D. Patros. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.